ഇത് പിന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരത്തിന്റെയോ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം പഞ്ചായത്തിലെ മേടയിൽ ഇന്നു രാവിലെ മുതൽ ഭീതിയിലാഴ്ത്തിയ പേവിഷ ബാധിച്ച പട്ടിയെ അത് പട്ടി പിടിക്കുന്ന വിദഗ്ധർ വന്ന് പട്ടിയെ പിടിച്ച് ഇരിക്കുകയാണ്. അവർ ഇനി ഡോഗ് ക്യാച്ചേഴ്സ് അവർ വന്ന് പട്ടിയെ പിടിച്ചിരിക്കുകയാണ്. നിരവധി വളർത്തുമൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയും ഉപദ്രവിച്ച പേവിഷ ബാധിച്ച ഒരു പട്ടിയായിരുന്നു. അതിനെ വളരെ പരിശ്രമങ്ങൾക്ക് ശേഷം ഒരുപാട് മണിക്കൂറിൻ്റെ തിരച്ചിലിന് ശേഷം മേടയിൽ ജംഗ്ഷനിൽ തന്നെ കിട്ടുകയുണ്ടായി. അതിനെ ഒരു ക്യാച്ച് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും വണ്ടി അങ്ങ് അവിടെ കിടക്കാനും സ്കൂട്ടി തരാനും. അപ്പം ഇതിൻ്റെ വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ഇതിൻ്റെ വാക്സിനുണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ ഈ മൃഗങ്ങളിലൊക്കെ ഈ പ്രതലത്തിലൊക്കെ ഇതിന് പതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് മാർഗം? ഇതിൻ്റെ ഉമ്മിനീര് എവിടെയെങ്കിലും വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ കാരോ വിതറുക. അന്നേരത്തേക്ക് പിന്നെ ഇത് കടിച്ച വീട്ടിൽ വളർത്തുന്ന ഡോഗുകളെല്ലാം വാക്സിനേഷൻ ചെയ്യുക. 3 വാക്സിനേഷൻ ചെയ്യണം. വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് ഡോഗുകൾ, ആട്, പശു എല്ലാത്തിനും. ഇപ്പം ഇവിടെ തന്നെ വളർത്തു നായ്ക്കളെ 2-3 തന്നെ കടിച്ചിട്ടുണ്ട്. അതിനെ ഒരു പശുവിനെ കടിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഒരാളിനെ കടിച്ചു. വളരെ ഭീകരാന്തരീക്ഷമാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ ക്യാച്ച് ചെയ്തല്ലോ. കൊല്ലത്തുനിന്ന് എത്തിയ ഡോഗ് ക്യാച്ചേഴ്സിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. അല്പസമയത്തിനകം ഇതിനെ ഇവിടെ നിന്നും അവർ നീക്കം ചെയ്യുന്നതാണ്. ഈ ഒരു സമയത്തിൽ എന്തു പറയുന്നു? പ്രത്യേകം നന്ദി പറയുന്നത് വാർഡ് മെമ്പർ ബിന്ദു ചേച്ചിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ രാവിലെ ഇങ്ങനെ ആളിനെ പട്ടി അടിച്ചിട്ടുണ്ട്, അപ്പോൾ പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ചേച്ചി അത് ഇടപെടുകയും ഉടനെ തന്നെ ഡോഗ് ക്യാച്ചേഴ്സ് ടീമിനെ കൊല്ലത്തുനിന്ന് വരുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അവർക്കെല്ലാം നാട്ടുകാരെല്ലാം സഹായിച്ചു, അവർക്കെല്ലാം കാണിച്ചു കൊടുത്തു, അവർ പിടിച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമായിരുന്നു അല്ലേ? വളരെ നേരം നമ്മൾ ഒരുപാട് നേരം ശ്രമിച്ചിട്ട് അപ്പോഴാണ് കണ്ടുപിടിച്ച് അവരതിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇനിയിപ്പോൾ പിന്നെ പ്രത്യേകം നന്ദി ബിന്ദു ചേച്ചിക്കും ചടയമംഗലം പഞ്ചായത്ത് അധികൃതർക്കും അറിയിക്കുന്നു. ഓക്കെ. മേട ജംഗ്ഷനിലെ ഫീഡ് വളർത്തിയിരുന്ന പേവിഷബാധ ഉണ്ടായിരുന്ന പട്ടിയെ കൊല്ലത്തു നിന്ന് എത്തിയ ഡോഗ് ക്യാച്ചേഴ്സ് അതിനെ ക്യാച്ച് ചെയ്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ഗവൺമെന്റ് ആശുപത്രി ചെന്നപ്പോഴേ ഈ മോളല്ലേ പട്ടിയടിച്ച് അവളിനെ കൊണ്ടുവന്ന് അവർ വന്നോ? ഹോസ്പിറ്റലിൽ വന്നോ? രാവിലെ ഈ ഡോഗ് കടിച്ച ഒരു യുവതിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നല്ല മുറിവുണ്ടായിരുന്നല്ലേ? ഇവന് മേലുള്ള ബുഷ എന്ന് പറയുന്നത് അതിനെ അവിടെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് നിൽക്കുന്നത് ഭയങ്കര കരച്ചിലാണ് അവര് കിടന്ന്. ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കൾ അധികം ഉള്ള ഒരു ജംഗ്ഷൻ ആണ് ഇവിടം. അപ്പോൾ ഇവിടെ തന്നെ ഉള്ള തെരുവ് നായ്ക്കളെയും ഇത് കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശവാസികൾ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തെരുവ് നായ്ക്കളൊക്കെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് ഈ പ്രദേശങ്ങളിൽ തന്നെ തങ്ങി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബാധിച്ച പട്ടി അതിനെയും കടിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി ഇത് പാട്ടത്തുള്ള ഒരു പശുവിനെ ആക്രമിച്ചു. അതെ, അവിടെ ഒരു ഉഷ എന്ന് പറയുന്ന സ്ത്രീയെയും അവർ ചടയമംഗലം ഗവൺമെന്റ് ആശുപത്രിയിലുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഡോഗ് കിടക്കുന്ന സ്ഥലത്തു നിന്ന് അല്പം താഴെയായിട്ട് ഉള്ള ഒരു വീട്ടിലെ സുഖമില്ലാത്ത ഒരു യുവതിയാണ്. അവിടെ നിൽക്കുന്ന വഴിക്ക് അവർ സിറ്റൗട്ടിൽ കയറിയാണ് ഇത് ആക്രമിച്ചത്. അതിനുശേഷം തൊട്ട് താഴേക്കുള്ള 2
താഴേക്കുള്ള ഒരു വീട്ടിൽ കയറുകയും വളർത്തുമൃഗങ്ങളെ കടിക്കുകയും അവരുടെ നായ്ക്കുട്ടികളെ കടിക്കുകയൊക്കെ ചെയ്ത് വളരെ ഭീകരാന്തരീക്ഷമായിരുന്നു കുറച്ച് മണിക്കൂറുകളിൽ മേടയിൽ നിന്നിരുന്നത്. എന്നാൽ അതിനൊക്കെ ശാശ്വതപരികരമായി കൊല്ലത്തു നിന്നെത്തിയ ഡോഗ് ക്യാച്ചേഴ്സ് അതിനെ ക്യാച്ച് ചെയ്തു. അവരതിനെ ക്യാച്ച് ചെയ്തതിന് ശേഷം അവരതിനെ മറവ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. ഒരു നാടിനെ വളരെയധികം ഭീതിയിലാഴ്ത്തിയ മണിക്കൂറുകൾ ആണ് കഴിഞ്ഞ കുറേ സമയങ്ങളിൽ കഴിഞ്ഞു പോയിരുന്നത്. ഇത് ഒന്നുകൂടി ഈ പ്രദേശവാസികൾ ഈ വാർത്ത കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും അറിവിൽ ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ്. ഇന്ന് രാവിലെ ഇവിടുത്തെ ഞങ്ങളുടെ സാക്ഷി ടിവിയുടെ അന്വേഷണ പ്രകാരം ഇവിടെ ഈ തൊട്ടടുത്ത ജംഗ്ഷൻ ഉണ്ടായിരുന്ന തെരുവ് നായ്ക്കളെ എല്ലാം തന്നെ ഈ പട്ടി കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേവിഷബാധ ആ പട്ടികളിലേക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തെരുവ് നായ്ക്കളെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് വളരെ ജാഗ്രത ആയിരിക്കണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ മണിക്കൂറുകൾ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പേവിഷം ബാധിച്ച നായെ കൊല്ലത്തു നിന്ന് വന്ന ഡോഗ് സ്ക്വാഡുകൾ ക്യാച്ച് ചെയ്ത് ഡോഗ് ക്യാച്ചേഴ്സ് വന്ന് ആണപ്പം കാണിക്കാം. ഇവിടെ നിന്ന് ആരും പുറത്തിറങ്ങുന്നില്ല അല്ലേ? അതായത് ഇനി പട്ടി അവർ പിടിച്ചു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി ഇറങ്ങിക്കൂടെ? ബാക്കിയുള്ള പട്ടികളെ ഉപദ്രവിച്ചു. രാവിലെ ഞങ്ങൾ അന്വേഷിച്ച് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന 10-14 പട്ടികളോളം ഉണ്ടായിരുന്നു എന്നാണ്. അതിനെല്ലാം ഇത് കടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ വീടുകൾ കെട്ടിയിട്ടിരിക്കുന്ന വളർത്തുന്ന നായ്ക്കളെ ആണെങ്കിൽ കൊണ്ടുവന്ന് വാക്സിൻ എടുക്കാൻ കഴിയും. മറ്റവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ചടയമംഗലത്ത് നിന്ന് തന്നെ. അത് പാട്ടത്തെ ഉഷ എന്ന് പറയുന്ന അവരെയാണ് കടിച്ചത്. അത് ഏകദേശം 1 മണിയായിരുന്നു. അവരുടേതാണെന്ന് തോന്നുന്നു. അവരുടേതാണോ അയൽവക്കത്തെയാണോ ഒരു പശുവിനെയും കടിച്ചിട്ടുണ്ട്. അങ്ങനെ മണിക്കൂറുകളോളം ചടയമംഗലം മേടയിൽ ജംഗ്ഷനിൽ നിന്ന ഒരു ഭീതിക്ക് അന്ത്യം കുറിച്ചിരിക്കുന്നു. ആ പേവിഷം ബാധിച്ച പട്ടിയെ കൊല്ലത്തു നിന്നെത്തിയ ഡോഗ് ക്യാച്ച് വന്ന് ക്യാച്ച് ചെയ്തു. അവരെ ഇനി മറവ് ചെയ്യാനുള്ള ആദ്യം പറഞ്ഞത് ഇവിടെ നിന്ന് നീക്കം ചെയ്യാം എന്നാണ്. പിന്നീട് അവരിവിടെ തന്നെ അതിനെ മറവ് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഞങ്ങൾ ഈ തത്സമയ സംപ്രേഷണത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ